നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനും ഗൾഫ് രാജ്യങ്ങളുമടക്കം നിരവധി രാജ്യങ്ങളുടെ പരിശ്രമ ഫലമായിട്ടാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു സമാധാന ഉടമ്പടി കഴിഞ്ഞ ദിവസം ഒപ്പുവയ്ക്കപ്പെട്ടത്. ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. രണ്ടുപേർക്കും രണ്ട് താല്പര്യങ്ങളായിരുന്നു, രണ്ട് അഭിപ്രായങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിച്ച് ഒരു സമാധാന കരാറിലേക്ക് എത്തിക്കാനായി മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങൾക്ക് വളരെയധികം പണിപ്പെടേണ്ടി വന്നു. സത്യത്തിൽ ഇറാന് ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാനുള്ള അവകാശം നൽകില്ല എന്ന അമേരിക്കയുടെ കടുംപിടുത്തമാണ് ഇത്തരത്തിൽ സമാധാന കരാർ വൈകാനുള്ള കാരണം. രണ്ടാമത്തെ കാര്യം എന്നത് ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടതാണ്. ഹോർമൂസ് കടലിടുക്ക് ഒരു കാരണവശാലും ഇങ്ങനെ സ്വതന്ത്രമായി തുറന്നു കൊടുക്കാൻ കഴിയില്ല എന്ന് ഇറാനും നിലപാടെടുത്തു. അമേരിക്ക എന്നാണോ ഉപരോധം അവസാനിപ്പിക്കുന്നത് അന്ന് ഹോർമൂസ് കടലിടുക്ക് തുറക്കാമെന്ന് ഇറാനും, ഹോർമൂസ് കടലിടുക്ക് എന്നാണോ തുറക്കുന്നത് അന്ന് ഉപരോധം അവസാനിപ്പിക്കാമെന്ന് അമേരിക്കയും നിലപാടെടുത്തു. ഇത് വളരെ നാളുകൾ ഈ ഇത്തരത്തിലുള്ള സംഘർഷം മുന്നോട്ട് പോയി പ്രതിസന്ധി രൂപപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടന്നതോടുകൂടി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പ്രതിസന്ധിയിലായി. ആഗോള എണ്ണ വിപണി മാന്ദ്യത്തിലേക്ക് പോയി. എണ്ണ വില അത് കുത്തനെ കുതിച്ചുയർന്നു. പല രാജ്യങ്ങളിലും വിലക്കയറ്റം ഇത് കാരണം രൂക്ഷമായ സാഹചര്യമുണ്ടായി. ഈ യുദ്ധത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും കെടുതികൾ ലോകം മുഴുവൻ അനുഭവിക്കാൻ ആരംഭിച്ചു. ഈ സമയത്താണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറന്ന് മേഖലയിലൊരു സമാധാനം ഉണ്ടാകണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായത്. കാരണം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കുമ്പോഴെല്ലാം ഇറാൻ്റെ പ്രത്യാക്രമണം ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും നേരെ അല്ല. ഇസ്രായേലിന് നേരെ ഇറാന് മിസൈലുകളും ഡ്രോണുകളുമൊക്കെ അയക്കാമെങ്കിലും ഫലമില്ല. അത് ഇസ്രായേൽ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളയും. പക്ഷേ ഈ ഇറാൻ ആക്രമിക്കുന്നത് മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ ക്യാമ്പുകൾക്ക് നേരെയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ജനവാസ മേഖലകളിലേക്കും ആക്രമണം തുടർന്നു. ഇതാണ് വലിയ പ്രതിസന്ധി അവിടെ സൃഷ്ടിച്ചത്. സമാധാന ഉടമ്പടി ഉണ്ടാക്കാനായി ഗൾഫ് രാജ്യങ്ങൾ മുൻകൈയെടുത്തത് അതുകൊണ്ട് തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടും ഇറാനും അമേരിക്കയും തമ്മിൽ ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായി സമാധാന ഉടമ്പടി ഉണ്ടായി. സമാധാന ഉടമ്പടിയിൽ കഴിഞ്ഞ ദിവസം ഒപ്പുവയ്ക്കുകയും ചെയ്തു. സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ആക്രമണം അവസാനിപ്പിച്ച് ഈ വെടിനിർത്തൽ താൽക്കാലിക യുദ്ധവിരാമമാക്കി മാറ്റിയതിന് ശേഷമായിരിക്കും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ചർച്ചകൾ നടക്കുക. അങ്ങനെയായിരുന്നു ഈ ഒരു ധാരണ ഉണ്ടായിരുന്നത്. അങ്ങനെ സമാധാന കരാർ ഒപ്പുവെച്ചു. ഇന്ന് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യഘട്ട ചർച്ചകൾ നടക്കേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ ചർച്ചയിൽ നിന്ന് പിന്മാറി എന്ന വാർത്തയാണ് വരുന്നത്. ഇറാൻ പിന്മാറിയത് കാരണം സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് സ്വിറ്റ്സർലൻഡിലേക്ക് തിരിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെയും സംഘത്തിൻ്റെയും യാത്രയടക്കം റദ്ദാക്കി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ മറ്റാരുമല്ല, ഇസ്രായേലാണ്. ഇസ്രായേൽ ലെബനനിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കനത്ത ആക്രമണമാണ് നടത്തുന്നത്. ലെബനൻ നഗരം മുഴുവൻ ചുട്ടുകരിക്കണമെന്നാണ് ഇസ്രായേൽ മന്ത്രിമാർ ഇപ്പോൾ പരസ്യമായി തന്നെ ആക്രോശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം ലെബനൻ മുഴുവൻ ബോംബിട്ട് തകർക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്കെതിരെ കനത്ത ആക്രമണം നടത്തുന്നു. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ലെബനനിലെ ജനവാസ കേന്ദ്രങ്ങളിലും ലെബനനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ മേഖലകളുമെല്ലാം ഇസ്രായേൽ കണ്ണും പൂട്ടി ബോംബിട്ട് തകർക്കുകയാണ്. ഹിസ്ബുള്ള തീവ്രവാദികളെ മാത്രം തിരഞ്ഞുപിടിച്ചുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഒന്നുമല്ല ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേലിൻ്റെ ശൈലി നമുക്കറിയാം. ഗാസയിൽ നമ്മളത് കണ്ടതാണ്. ഹമാസ് തീവ്രവാദികളെ അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ മാത്രം ആക്രമിക്കുക എന്നൊരു നിലപാടൊന്നുമല്ല അന്ന് ഗാസയിൽ ഇസ്രായേൽ എടുത്തത്. ഗാസ നഗരം മുഴുവൻ ചുട്ട് ചാമ്പലാക്കുകയാണ് ചെയ്തത്. അതിൽ സർവ്വതും നശിക്കട്ടെ എന്ന് ഇസ്രായേൽ വിചാരിച്ചു. അങ്ങനെ ഇസ്രായേലിന് വിചാരിക്കാൻ ഇസ്രായേലിൻ്റേതായ കാരണങ്ങളുണ്ട്. കാരണം രാജ്യത്തെ നടുക്കിയ ഒരു ഭീകരാക്രമണമാണ് 2023 ഒക്ടോബർ 7 ഇസ്രായേൽ അഭിമുഖീകരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം കനത്തതായിരുന്നു. ഗാസയെ അവർ തച്ചു തകർത്തു. ഇതേ മാതൃകയിൽ ലെബനോനിൽ മുഴുവൻ കനത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചപ്പോൾ ഉണ്ടായിരുന്ന മാർഗനിർദ്ദേശങ്ങളിൽ അല്ലെങ്കിൽ ഇറാൻ്റെ നിലപാടുകളിൽ ഒന്ന് ഇത് തന്നെയായിരുന്നു. അതായത് ഇറാനെതിരെ മാത്രം യുദ്ധം നിർത്തിയാൽ പോരാ, ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള ലെബനനിലും ഹിസ്ബുള്ളയ്ക്കും അതുപോലെ തന്നെ മറ്റ് ഹമാസ് പോലെയുള്ള സംഘടനകൾക്കെതിരെയും ഹൂതികൾക്കെതിരെയും ഒക്കെയുള്ള
ആക്രമണം നിർത്തിവെക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. ലെബണനിൽ ആക്രമണം നിർത്താം എന്ന് അമേരിക്ക സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമാധാന ഉടമ്പടി ഒപ്പുവച്ചിരിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലാണ്. അതിൽ ഇസ്രായേൽ ഒരു പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ആ സമാധാന കരാറിൻ്റെ യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് ഇസ്രായേൽ തന്നെ പറയുന്നു. ലെബനൻ എന്ന രാജ്യം ഇസ്രായേലിന് വലിയ ഭീഷണിയായി ഉയരുകയാണ്. അവിടുത്തെ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ കനത്ത ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നു. അവരുടെ ചിറകരിഞ്ഞേ മതിയാകൂ. അവരുടെ ആയുധ സംഭരണശാലകളെല്ലാം ചുട്ടുകരിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഹിസ്ബുള്ള ശക്തി ആർജിക്കുകയും ഇസ്രായേലിന് നേരെ കനത്ത ആക്രമണം നടത്തുകയും ഇസ്രായേലി പൗരന്മാർക്ക് ജീവഹാനി ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കും. ഹിസ്ബുള്ളയാണ് ഇറാന് ആയുധങ്ങളടക്കം നൽകുന്നത്. ഇറാൻ തിരിച്ചും ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ തങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അമേരിക്ക പറയുന്നതൊന്നും കേൾക്കാൻ, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതെല്ലാം കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല. സമാധാന ഉടമ്പടി ഒപ്പിടുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്, അമേരിക്കയ്ക്കാണ്. ഇസ്രായേലിന് അതില്ല. അമേരിക്കയും ഇസ്രായേലും തമ്മിൽ പരസ്പര സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. പല ശത്രുക്കൾക്കെതിരെയും ഒന്നിച്ചു പോരാടിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അമേരിക്കയുടെ സാമന്ത രാജ്യമായി മാറാൻ ഇസ്രായേലിന് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സമാധാന ഉടമ്പടിയിൽ ഇസ്രായേലിന് വിശ്വാസമില്ലെന്നും ഇസ്രായേലിൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അമേരിക്ക ലെബനോണിൽ ആക്രമണം നടത്തണമെന്ന് ഇസ്രായേലിനോട് കഴിഞ്ഞ 2-3 ദിവസമായി ആവശ്യപ്പെട്ടു വരികയാണ്. പക്ഷേ ഇതുവരെ അമേരിക്കയുടെ ഈ നിർദ്ദേശത്തെ ചെവിക്കൊള്ളാൻ ലെബനൻ അല്ലെങ്കിൽ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ലെബനനിൽ കനത്ത ആക്രമണം ഇസ്രായേൽ നടത്തുന്നത്. ഈ ആക്രമണമാണ് ഇറാൻ സംഘത്തെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. ചർച്ച നടത്താം എന്ന് സമ്മതിച്ച ശേഷം ലെബനനിൽ നടക്കുന്ന ആക്രമണത്തെ ചൂണ്ടിക്കാട്ടി ഇറാൻ സംഘം പിന്മാറുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം ഏതാണ്ട് അവസാനിച്ചു എന്ന ഒരു ധാരണകൾ തെറ്റുകയാണോ എന്ന സൂചനയാണ് ഇപ്പോൾ ഈ ഒരു നീക്കത്തിൽ നിന്നും ഉണ്ടാകുന്നത്. ഇസ്രായേൽ ഒരു കാരണവശാലും സമാധാന ഉടമ്പടി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സമാധാന ഉടമ്പടിയെ തകർക്കാനായിട്ടാണ് ലെബനൻ അടക്കമുള്ള മേഖലകളിൽ ഇസ്രായേൽ ഈ സമയത്ത് കനത്ത ആക്രമണം നടത്തുന്നത് എന്ന് വേണം കരുതാൻ. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.